അപ്പൊ ഞാൻ എന്റെ വലത്തെ കാലം ഇറക്കിയാൽ മതി, ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ പറ്റും. ഇതിനിടയിൽ തന്നെ നമുക്ക് ഇടിച്ചിട്ട് പോകുമ്പോഴത്തേക്കും ഈ വീശുന്നതിന് പവർ കുറവാണ്. പിന്നെ നമ്മൾ എടുക്കുമ്പോൾ ഇവിടെ നിന്ന് എടുത്തടിക്കും. ഈ എടുക്കുന്നതിന് പവർ കുറച്ച് കൂടുതലാണ്. ഒരാൾ അടിക്കാൻ വേണ്ടി വരുമ്പോഴുണ്ട് സാധാരണയായിട്ട് നീ ഇപ്പോൾ സാധാരണ സ്റ്റാൻഡിംഗ് പൊസിഷനിൽ നിൽക്കുകയാണ്. ഇപ്പൊ സാധാരണ എല്ലാവരും കൂടെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, അടിക്കാൻ വരുമ്പോഴത്തേക്കും തലയിൽ അടിക്കോ അല്ലെങ്കിൽ വയറ്റിൽ ഇടിക്കോ, ഇതെങ്ങനെ അറിയാൻ പറ്റും? അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കും പോലെ തന്നെ അടിക്കോ? ഇനി എതിരാളെടുത്ത് പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ച് വേണം തലയിൽ അടിക്കാൻ അല്ലെങ്കിൽ കാലിൽ അടിക്കും എന്നൊക്കെ സെറ്റ് ചെയ്ത് വെക്കണമെന്നുള്ളതൊരു കമന്റ് ആയിരിക്കും പൊതുവെ എല്ലാവരും പറയുക. അല്ലെങ്കിൽ കളരി എന്താണെന്ന് കൃത്യമായിട്ട് അറിയാത്ത ആൾക്കാരും ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. പക്ഷെ നമ്മൾ ഈ കൊറിയോഗ്രാഫി ചെയ്യുന്ന പോലെ എല്ലാം ഒന്ന് തലക്കടിച്ചോ. തലക്കടിക്കുമ്പോൾ ഞാൻ ഇത് ഇങ്ങനെ നമ്മളൊന്ന് സാധാരണയായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്ത് നമ്മുടെ മൂവ്മെന്റ്സ് നമ്മുടെ തലയ്ക്കകത്തൊന്ന് സെറ്റ് ആവും. ജസ്റ്റ് അവിടെ നിന്നോ. ഇപ്പൊ ഉദാഹരണത്തിന് നിന്റെ അടുത്ത് അടിക്കാൻ പറയുമ്പോൾ നീ തലയിലാണോ അല്ലെങ്കിൽ നമ്മുടെ വശങ്ങളിലാണോ എവിടെയാണെന്നൊന്നും അറിയേണ്ട ആവശ്യമൊന്നുമില്ല. നീ ജസ്റ്റ് ഒന്ന് അടിക്കാൻ വേണ്ടി മൂവ്മെന്റ്സ് അടിക്കാൻ വേണ്ടി വന്നോ. ഈ ഒരു ഇത് വരുമ്പോ നിന്റെ വലത്തെ കാല് ഉറപ്പായിട്ടും കയറും. വലത്തെ കൈ പൊങ്ങുമ്പോഴത്തേക്കും നിന്റെ വലത്തെ കാല് കയറും. അപ്പൊ ഞാൻ എന്റെ വലത്തെ കാല് ഇറക്കിയാൽ മതി, ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ പറ്റും. നീ ഈ കാല് വെച്ച് കഴിഞ്ഞു, ഇനി നീ ജസ്റ്റ് ഒന്ന് കൈ വീശി അടിക്കാൻ നോക്കിക്കഴിഞ്ഞാലും എന്റെ ഫ്രണ്ടിലൂടെ അങ്ങ് പോവേ ഉള്ളൂ, എന്റെ അടുത്ത് വലുതായിട്ട് എത്തൂല. അപ്പൊ ഇതിന്റെ ലോജിക് എന്ന് പറഞ്ഞാൽ നീ ഒന്നുകൂടെ പഴയത് വരുന്നു. ഇപ്പൊ ഒരാൾ നിൽക്കുകയാണ്, നമ്മൾ നിൽക്കുന്ന സമയത്ത് ആളുടെ മുഖത്താണ് നോക്കുന്നതെങ്കിലും ഈ രണ്ട് ഷോൾഡർ ലെവലും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾ കൈ അടിക്കാൻ വേണ്ടിയിട്ട് തലയുടെ മുകളിലോട്ടാണെങ്കിൽ ഈ പൊങ്ങുമ്പോൾ തന്നെ നമുക്കറിയാം ഈ കൈയാണ് അനങ്ങിയിട്ടുണ്ടെങ്കിൽ വലത്തെ കൈ കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വലത്തെ കാല് തന്നെയായിരിക്കും മുന്നിൽ വരുന്നത്. അപ്പൊ ഞാൻ എന്റെ വലത്തെ കൈ കൊണ്ട് അടിക്കുമ്പോഴത്തേക്കും വലത്തെ കാല് മുന്നിലോട്ട് വരികയാണെങ്കിൽ നീ നിന്റെ വലത്തെ കാലൊന്ന് പുറകിലോട്ട് ഇറക്കിയാൽ മതി, ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ പറ്റും. ഇനി വശങ്ങളിലാണ് അടിക്കേണ്ടത്. ഈ ഒരു മൂവ്മെന്റ്സ് വന്നാൽ മതി, ഒരു ഇടി ഇടിക്കണം. ഈ ഒരു മൂവ്മെന്റ്സ് എപ്പോഴായാലും ഷോൾഡർ ഇവിടെ നിന്ന് ഒരു ചെറിയ മൂവ്മെന്റ്സ് ഇല്ലാതെ ഈ കൈ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഞാനിപ്പോ ഇടിക്കാൻ പോവുകയാണെന്ന് വെച്ചോ, ഞാൻ ഇടിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഈ ഇടിക്ക് പവർ കുറവാണ്. ഈ ഇടിക്ക് പവർ ഉണ്ട്, അത് ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം. അത് നമ്മൾ അതിൻ്റെതായിട്ടുള്ള ഹിപ്പിൻ്റെതായിട്ടുള്ള ആ പൊസിഷനിലൊക്കെ നമുക്ക് കൃത്യമായിട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് അത് കിട്ടും. നോർമലി അത് നമ്മുടെ സെക്കൻഡ് സ്റ്റേജ്. നമ്മൾ ആദ്യമേ കളിക്കാത്ത അത്രയും കൂടുതലായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ പഠിക്കുന്ന ബേസ് കാര്യമാണ്. അപ്പൊ ബേസ് കാര്യമായിട്ട് ഇങ്ങനെ നിന്നിട്ടുള്ള ഇങ്ങനെ ഇടിയുണ്ട്, അടിക്കുമ്പോഴത്തേക്ക് ഈ ഇടിച്ചടിക്കുന്നുണ്ട്. ഇപ്പൊ ഒരാൾ അടിക്കുകയാണ്, ഈ നിൽക്കുന്ന സമയത്ത് നമുക്കിപ്പോ ഇങ്ങനെ തന്നെ ആൾ അടിക്കാൻ പറ്റുമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പൊ ഈ നിൽക്കുന്ന സമയത്ത് ഈ രീതിയിൽ അടിച്ചിട്ട് പോകാനേ ഉള്ളൂ. ഇപ്പൊ ജസ്റ്റ് നീ എന്നെ അടിക്കാൻ വേണ്ടി അടിക്കാം, ഇതിനിടയിൽ തന്നെ നമുക്ക് ഇടിച്ചിട്ട് പോവാം. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ ഒരു അടി വരുമ്പോൾ തടയണം, ബ്ലോക്ക് ചെയ്യണം, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന്റെ അടുത്ത ലെവലിലോട്ട് പോകുമ്പോഴാണ്. നമ്മൾ ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ നഴ്സറിയിൽ പഠിച്ച് അടുത്ത LKG UKG എന്ന് പോകുമ്പോൾ ഓരോ ലെവല് പോകുമ്പോൾ അതിന്റെ ബേസ് മാത്രമാണ് നമ്മൾ ഈ അടിക്കാൻ വരുമ്പോൾ കൈ ഇങ്ങനെ പൊക്കണത്. ഈ അടി പൊക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കൈപ്പോരൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഒന്നുകൂടെ അടിച്ചോ. ഇത് നമുക്ക് കൈപ്പോര് പഠിക്കുമ്പോൾ നമുക്ക് മൈൻഡിലൊന്ന് സെറ്റ് ആവാൻ വേണ്ടി മാത്രമാണ്. അതായത് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നിന്റെ ഈ കൈ മൂവ്മെന്റ്സ് എന്റെ തലയ്ക്കകത്ത് നിന്റെ തലച്ചോറിനകത്ത് കിട്ടണം. ഞാൻ നിന്നെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിന്റെ രണ്ട് ഷോൾഡർ ലെവലും എന്റെ മനസ്സിനകത്ത് വേണം. ഈ രണ്ട് ഷോൾഡർ ലെവലും എന്റെ മനസ്സിനകത്ത് ഉണ്ടെങ്കിൽ നീ ഇപ്പൊ ഇടത് കൈ കൊണ്ട് അടിക്കോ വലത് കൈ കൊണ്ട് അടിക്കുമോ എന്നുള്ളത് എന്റെ തലയ്ക്കകത്ത് കൃത്യമായിട്ട് കിട്ടും. അത് കഴിഞ്ഞിട്ട് നീ കൈ പൊക്കി അടിക്കുമോ, ഇടിയായിട്ട് വരുമോ, വശങ്ങളിലൂടെ വരുമോ എന്നുള്ളതും കൃത്യമായിട്ട് കിട്ടും. ഈ കിട്ടുന്ന അനുസരിച്ചായിരിക്കും എന്റെ മൂവ്മെന്റ്സ്. ജസ്റ്റ് നീ എന്ന് അടിക്കാൻ വേണ്ടി വരാണ്, അടിക്കാൻ പറ്റുമോ? വലത്തെ കൈ വന്നു, ഞാൻ എന്റെ വലത്തെ കാല് കയറി. നീ വലത്തെ കൈ കയറിയിട്ടുണ്ടെങ്കിൽ നിന്റെ വലത്തെ കാല് ഉറപ്പായിട്ടും കയറിയിരിക്കും, എന്നാലേ അടിക്കാൻ പറ്റുള്ളൂ. അവിടെ നിന്നുകൊണ്ട് അടിക്കാൻ സാധ്യത കുറവാണ്. അപ്പൊ നീ വലത്തെ കാല് മുന്നിലോട്ട് കയറ്റുകയും ചെയ്യും, വലത്തെ കൈ കൊണ്ടായിരിക്കും അടിക്കുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു അടി കിട്ടും. ഞാനിപ്പോ ചൂട് മാറുന്നില്ല, നീ വലത്തെ കാല് കയറ്റി ഒരു അടി അടിച്ചോ, ഇതേത് കൊള്ളും. ഇനി ഒന്നുകൂടെ അടിക്കാൻ പാ. നിന്റെ മൂവ്മെന്റ്സ് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിന്റെ വലത്തെ കൈയുടെയോ അല്ലെങ്കിൽ കാലിന്റെയോ നിന്റെ ബോഡിയുടെ ഒരു ചെറിയ മൂവ്മെന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ നിന്റെ വലത് വശമാണ് മുന്നിലോട്ട് വരുന്നതെങ്കിൽ എന്റെ വലത് ഭാഗം ഞാനൊന്ന് പുറകിലോട്ട് ഇറക്കിയാൽ മതി. ഇനി നിന്റെ ഇടത്തെ കൈ ഉണ്ടെന്ന് അടിക്കാൻ നോക്കിയോ. ഇടത്തെ കൈ ഉണ്ടെങ്കിൽ എന്റെ ഇടത്തെ കാലൊന്ന് ജസ്റ്റ് മൂവ്മെന്റ്സ് മാറ്റം വരുത്തിയാൽ മതി. അപ്പൊ ഞാൻ ആദ്യം ചെയ്യാനുള്ളത്, നീ ഈ നിൽക്കുമ്പോഴത്തേക്ക് നിന്റെ വലത്തെ സൈഡും ഇടത്തെ ഷോൾഡറും ഈ രണ്ട് ഷോൾഡറും ഒരുപോലെ എന്റെ മനസ്സിനകത്ത് വേണം. അപ്പൊ നീ വലത്തെ കൈയാണ് പൊക്കുന്നത് അല്ലെങ്കിൽ നിന്റെ വലത് സൈഡാണ് ഫ്രണ്ടിൽ വരുന്നതെങ്കിൽ ഞാൻ ഏത് കാലം ഇറക്കും? എന്റെ വലത്തെ കാല് പുറകിലോട്ട് ഇറക്കണം. നീ ആണെങ്കിൽ ഇടത്തെ കൈ കൊണ്ടാണ് അടിക്കാൻ വരിക, അല്ലെങ്കിൽ നിന്റെ ഇടത് ഭാഗത്തുള്ള ഒരു മൂവ്മെന്റ്സ് ആണെങ്കിൽ ഇടത്തെ കാല്. ഇനി നിന്റെ ചവിട്ടാണെന്ന് കരുതിക്കോ, നീ ചവിട്ടുന്നതായാലും ഇതൊക്കെ തന്നെയാണ്. ചവിട്ടുന്നതിൽ ചെറിയ ടെക്നിക്കലൊക്കെ വ്യത്യാസം ഉണ്ടാവും. നമ്മളിപ്പോൾ അകത്ത് കയറി ഒഴിയുന്നതും പുറത്ത് കയറി ഒഴിയുന്നതൊക്കെ ഒരുപാടുണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. അപ്പൊ ബേസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ LKG UKG ഇങ്ങനെ പഠിച്ചു പോകുന്നതിൽ ബേസ് ആയിട്ടുള്ള കാര്യം ഇതാണ്. അപ്പൊ നമ്മൾ ഈ അടിക്കുമ്പോഴത്തേക്കും നമ്മുടെ തലയ്ക്കകത്ത് സെറ്റ് ആവാൻ വേണ്ടി മാത്രമാണ് നമ്മൾ കളരി പഠിപ്പിക്കുമ്പോൾ ആദ്യം കൈ ഇങ്ങനെ വീശി അടിക്കുന്നത്. അല്ലാതെ നമുക്ക് വീശി അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ ഞാനിപ്പോ നിന്നെ അടിക്കാൻ പോവുകയാണ്, എനിക്ക് നിന്നെ അടിക്കുമ്പോൾ വീശി അടിച്ചു കഴിഞ്ഞാൽ നീ ബ്ലോക്ക് ചെയ്യുമെന്ന് എനിക്കറിയാം. അപ്പൊ ഞാനാണെങ്കിൽ ജീവിതകാലം മുഴുവൻ ഞാൻ നഴ്സറിയിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ പഠിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ആദ്യം മുതലേ എടുത്ത് വെച്ചിട്ട് നിന്നെ ഇങ്ങനെ വീശി അടിക്കുമ്പോൾ നിനക്ക് ബ്ലോക്ക് ചെയ്യാം. ആ സ്ഥാനത്ത് നമ്മൾ അടുത്ത ലെവലിൽ വരുമ്പോഴത്തേക്കും ഈ വീശുന്നതിന് പവർ കുറവാണ്. പിന്നെ നമ്മൾ എടുക്കുമ്പോൾ ഇവിടെ നിന്ന് എടുത്തടിക്കും.
ഈ എടുക്കുന്നതിന് പവർ കുറച്ചൊക്കെ കൂടുതലായിരിക്കും. അതിന്റെ രീതിയുണ്ട്. നമ്മുടെ കറക്റ്റായിട്ട് ആ ബോഡിയുടെ ആ ഒരു കെട്ടും കറക്റ്റായിട്ട് വരുമ്പോൾ ആ പവർ കൂടും. അത് പിന്നീട് നമ്മൾ അടുത്ത ക്ലാസ്സുകളിലേക്ക് നോക്കും. അപ്പൊ ഈ ഒരു രീതിയിലോട്ട് നമ്മുടെ മൂവ്മെന്റ്സ് വരുമ്പോഴത്തേക്കും നിനക്ക് കുറച്ചുകൂടി ബ്ലോക്ക് ചെയ്യാൻ പാടാണ്. ഞാനിപ്പോ ഇവിടെ നിൽക്കുകയാണ്. ഞാൻ വരുമ്പോഴത്തേക്ക് വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഈ ഒരു ഇതിന്റെ സാവകാശം കിട്ടൂല. ഇതാണെങ്കിൽ ഈ ഒരു സാവകാശം കിട്ടും. ഒന്ന് ബ്ലോക്ക് ചെയ്യാൻ നോക്കിയോ, ഈ സാവകാശം കിട്ടും. മറ്റേതാണെങ്കിൽ ക്ലോസ് റേഞ്ചിൽ വന്നിട്ട് അല്പ സാവകാശം കുറയും. ഇനി അതിനേക്കാളും സിമ്പിളാണ് നമ്മൾ ഈ സാധാരണ നിന്നതിന് ശേഷമുള്ളത് ഈ രീതിയിൽ. അപ്പൊ നമ്മൾ ഈ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരാളിനെ അടിക്കണം, അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുകയാണ്, നീ എന്നെ അടിക്കാൻ വേണ്ടി വരിക, എന്തെങ്കിലും ചെയ്യണം. ഈ വരുന്ന സമയത്ത് 2 പ്രയോഗം കഴിഞ്ഞു. 1, 2. ഇപ്പൊ നിന്റെ മർമ്മഭാഗങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതാ ഈ ഭാഗത്ത് മുഴുവൻ മുഷ്ടി മുറുക്കിയിട്ട് ഒരു ഇടി കിട്ടിക്കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ. ഈ ഭാഗത്ത് മുഴുവനും മർമ്മങ്ങളാണുള്ളത്, ഈ സൈഡ് മുഴുവൻ. അപ്പൊ ഈ ഭാഗത്തുള്ള മർമ്മത്തിൽ എനിക്കിപ്പോ ഇടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ തന്നെ ഒരു പ്രശ്നം ഉണ്ടായി, നീ എന്നെ അടിക്കാൻ വേണ്ടി ആ വലത്തെ കൈ കൊണ്ടെന്ന് അടിച്ചോ, ഇതിനകത്ത് തീരും. എന്റെ കൈ ബ്ലോക്ക് പോകുന്നുണ്ട്, പക്ഷെ എന്റെ ബ്ലോക്ക് എത്തുന്നതിന് മുൻപ് ഇവിടെ അടി വീണ് കഴിഞ്ഞു. അപ്പൊ ഒന്നുകൂടെ അടിക്കാൻ വേണ്ടി നോക്കിക്കോ. അപ്പോ ഈ അടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിന്റെ കൈ ഇങ്ങോട്ട് വരുന്നു പേടിക്കലും വേണ്ട. അപ്പൊ നമ്മൾ പഠിക്കുമ്പോ അടുത്ത ലെവല് മാറിക്കൊണ്ടേയിരിക്കും. നമ്മൾ എപ്പോഴും ഈ ആദ്യമേ എടുത്തു വെച്ചിട്ട് കൈ വീശി ഇങ്ങനെ വന്ന് അടിക്കണമെന്നില്ല. നമ്മൾ ഈ വീശുന്നത് ബേസ് ആണ്. ഈ വന്ന് വീശുന്നു, പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ലെവൽ മാറ്റിയിട്ട് ഇവിടെ നിന്ന് എടുക്കുന്നു. അത് കഴിയുമ്പോൾ കുറച്ച് ഷോർട്ട് ഡിസ്റ്റൻസിൽ ഇവിടെ നിന്ന് കൈ എടുക്കുന്നു. ആ എടുക്കുന്നതൊക്കെ പവറിൽ വ്യത്യാസമുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് കൈ എടുക്കുമ്പോഴത്തേക്കും കിട്ടുന്ന പവർ നമ്മൾ വയറ്റിലോട്ട് ഇടിക്കാനൊക്കെ ആയിരിക്കും കൂടുതൽ പവർ. മുകളിലോട്ട് ഇടിക്കണമെങ്കിൽ നമ്മുടെ അനാഹൃത ചക്രം, നമ്മുടെ നെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് എടുത്തു കഴിഞ്ഞാൽ പവർ കൂടുതലായിട്ട് കിട്ടുള്ളൂ. അത് റൂൾസ് ഒക്കെ നമുക്ക് പിന്നീട് നോക്കാം. അപ്പൊ സാധനം ഇത്രയേ ഉള്ളൂ. നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ അടിക്കുന്നതെന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവനും നമ്മളിങ്ങനെ കൈ വീശി അടിക്കുക, അല്ലെങ്കിൽ കൈ ഇവിടെ നിന്ന് എടുത്തിരിക്കുക, ഇതൊന്നുമല്ല. നമ്മൾ പഠിച്ച് അടുത്ത ലെവലിലോട്ട് പോകും തോറും ഇത് മാറിക്കൊണ്ടേയിരിക്കും. ഇത് മാറുമ്പോഴത്തേക്കും നമ്മുടെ തലയ്ക്കകത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൈ പൊക്കി തന്നെ അടിക്കുന്നത്. ഇപ്പൊ നീ ഒന്നുകൂടെ അടിച്ചോ. നിന്റെ കൈ പൊങ്ങുമ്പോൾ എന്റെ മനസ്സിനകത്ത് പതിഞ്ഞിട്ടുണ്ട്, നിന്റെ ഈ കൈ വരുമ്പോൾ എന്റെ കാല് പുറകിറങ്ങണം. ഇത് നമ്മൾ കൈപ്പോരൊക്കെ ചെയ്യുമ്പോഴത്തേക്കും കൊറിയോഗ്രാഫി ചെയ്യുന്ന പോലെ കൃത്യമായിട്ട് ചെയ്യും. നീ ഒരു അടി അടിച്ചോ, ഞാൻ അതാ ഫസ്റ്റ് ഒരു ബ്ലോക്ക് അടിച്ചോ, ബ്ലോക്ക് ചെയ്ത്. ഇനി അത് കഴിഞ്ഞിട്ട് നീ അവിടെ നിന്നിട്ട് എന്നെയാണെങ്കിൽ തിരിച്ച് അപ്പുറത്തെ ഒരു അടി അടിച്ചോ, തലയിൽ അടിച്ചോ, ബ്ലോക്ക് ചെയ്യുന്നു. ഇനി അതേപോലെ തന്നെ ഒരു ഇടി അടിച്ചോ, ബ്ലോക്ക് ചെയ്യുന്നു. ഇതേപോലെ ഇപ്പൊ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു രീതിയിലുള്ള ബ്ലോക്ക് അല്ല. കറക്റ്റായിട്ട് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ കാല് ഇറങ്ങി തന്നെ നന്നായിട്ട് ബ്ലോക്ക് ചെയ്യേണ്ടി വരും. പക്ഷെ നമ്മൾ എത്രത്തോളം പഠിക്കുന്നു അതനുസരിച്ചിട്ട് ബ്ലോക്കിലൊക്കെ വ്യത്യാസം വരുത്താം. ഉദാഹരണത്തിന് ഒരു ഇടി അടിച്ചോ പറ്റില്ല, ഇതൊരു ബ്ലോക്ക്. അടുത്ത് ഈ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഒഴിഞ്ഞ് മാറി മൊത്തത്തിൽ അങ്ങ് മാറി, നിനക്കിനി അടുത്തൊരു ഏൽപ്പിക്കാൻ അല്പ സാധ്യത കുറവാണ്. ഇനി അടുത്ത് ഈ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു ബ്ലോക്ക് ആയിരുന്നു. ഈ ബ്ലോക്കിന്റെ കൂട്ടത്തന്നെ ഞാൻ ചെയ്തെന്ന് പറഞ്ഞാൽ എന്റെ കൈ മുട്ടാണതാ അങ്ങോട്ട് കയറിയിട്ടുള്ളത്. ഒന്നുകൂടെ ഇത് കാണിച്ചതാ. നമ്മള് കൈ ആണെങ്കിൽ നിന്റെ കൈയെ ഞാൻ എന്റെ ദേഹത്തുനിന്ന്, അതായത് എന്റെ ശരീരത്തിൽ കൊള്ളാതെ ആദ്യം ഒന്ന് ഡൈവേർട്ട് ചെയ്ത് വിട്ടു. ഇതേ സാധനം ഞാൻ കൈ മുട്ടങ്ങ് നെഞ്ചത്ത് വെച്ചു കൊടുത്താൽ മതി. അപ്പൊ നമ്മൾ ജീവിതകാലം മുഴുവനും ഈ ബ്ലോക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബ്ലോക്ക്, ഈ ബ്ലോക്ക്, ഇതൊക്കെ തന്നെ ഒന്നുമില്ല, ഒരുപാട് ബ്ലോക്ക് ഉണ്ട്. നമ്മൾ എത്രത്തോളം എതിരാളിയുടെ അടുത്തോട്ട് കെയർ ചെയ്യാൻ പറ്റുമോ നമ്മൾ അതെല്ലാം ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ഇപ്പൊ അടിക്കാൻ വരുമ്പോഴത്തേക്ക് എന്നും ഇതേ അടിയല്ല, എന്നും നമ്മൾ ഈ ബ്ലോക്ക് അല്ല ചെയ്യുന്നത്, എന്നും ഇടി വരുമ്പോൾ ഈ ബ്ലോക്ക് അല്ല. നമ്മൾ പഠിക്കുന്നതനുസരിച്ച് അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു വഴി മാത്രമാണ് നമ്മൾ ഈ കൈപ്പോര് ചെയ്യുന്നത്, ഈ കൊറിയോഗ്രാഫി ചെയ്ത് വെക്കുന്ന പോലെ ചെയ്യുന്നത്. ഇപ്പൊ കൈപ്പോര് ചെയ്യുമ്പോഴത്തേക്കും സാധാരണയായിട്ട് നമ്മൾ സാധാരണ പൊതുവിലെ കളരി അല്പം പഠിച്ചിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും ഒരു ധാരണയുള്ള ഒരാളുടെ വരുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതെന്ന് പറഞ്ഞാൽ മുഴുവൻ കൊറിയോഗ്രാഫിയാണ്. ഒരു ഇടി അങ്ങോട്ട്, ഒരു ഇടി ഇങ്ങോട്ട്, ഒരടി അങ്ങോട്ട്, ഒരടി അങ്ങോട്ട്, ഒരു ചവിട്ട്, ഒരു ചവിട്ട്. ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ മെയിൻ ആയിട്ട് പല ഉദ്ദേശമുണ്ട്. അതിൽ ഒരു ഉദ്ദേശം ഇതാണ്. നമ്മളിപ്പോൾ ഒരു ബൈക്ക് ഓടിക്കാൻ പഠിക്കുമ്പോഴത്തേക്കും ബൈക്കിൽ നമ്മൾ അല്ലെങ്കിൽ വേണ്ട കാർ ഓടിക്കാൻ പഠിക്കുമ്പോൾ ക്ലച്ച്, ബ്രേക്ക്, ഗിയർ 3 സാധനങ്ങൾ കാൽ ഉണ്ട്. ആകെ ഉള്ളത് 2 കാല്. ഈ 2 കാല് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ബ്രേക്കും ക്ലച്ചും ഗിയറും എല്ലാം നമുക്ക് എല്ലാം കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടി വരും. ആക്സിലേറ്റർ എല്ലാം ഒരു കൈ ഗിയർ, ഇവിടെ 2 കൈയും വെച്ച് ഓടിക്കുന്ന ആൾക്കാരുണ്ട്, ഒരു കൈയിൽ ഓടിക്കുന്ന ആൾക്കാരുണ്ട് സ്റ്റിയറിംഗ് പിടിക്കാനായിട്ട്. അപ്പൊ നമുക്ക് 2 കൈയും ഉണ്ട്, 2 കാലും ഉണ്ട്. നമുക്ക് സ്റ്റിയറിംഗ് നോക്കണം, അതുപോലെ തന്നെ നമ്മുടെ ഗിയർ നോക്കണം, ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ, ഇതിനെല്ലാത്തിനും കൂടെ ആകെ 2 കൈയും 2 കാലേ ഉള്ളൂ. നമ്മൾ ആദ്യം വണ്ടി പഠിക്കുന്ന സമയത്ത് 2 കൈയും കൊണ്ട് നമ്മൾ ഇവിടെ ആണെങ്കിൽ ഗിയർ കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യും, സ്റ്റിയറിംഗ് പിടിച്ചുകൊണ്ടിരിക്കും. സ്റ്റിയറിംഗ് 2 കൊണ്ട് പിടിക്കും. പിന്നെ നമുക്ക് ചിലപ്പോൾ ഒരു കൈ മതിയായിരിക്കും. നമ്മൾ ഈ 2 കൈ കൊണ്ട് പിടിക്കുന്നതാണ് യഥാർത്ഥ റോള്. ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ട് ഒരു കൈ കൊണ്ട് പിടിക്കാൻ പറഞ്ഞാൽ 2 കൈ കൊണ്ട് പിടിക്കണം, അതാണ് നിയമം എന്ന് പറയും. അല്ലെങ്കിൽ 2 കൈ കൊണ്ടേ വണ്ടി ഓടിക്കാവൂ. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ഇതാവുമ്പോൾ വേണമെങ്കിൽ ഒരു കൈ കൊണ്ട് ഓടിക്കാം. നിയമമല്ല, കളരിക്കകത്ത് ഇതുപോലെ ഒരുപാട് നിയമമുണ്ട്. ഇങ്ങനെ ചൂട് മാറാവൂ, അങ്ങോട്ടേ മാറാവൂ, ഇങ്ങോട്ടേ മാറാവൂ, നിയമമുണ്ട്.
അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റിയറിംഗ് കയ്യിൽ തന്നിട്ടുണ്ട്. ഈ സ്റ്റിയറിംഗ് പിടിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 2 കൈ കൊണ്ട് പിടിക്കേണ്ടതാണ്. നമുക്ക് എക്സ്പീരിയൻസ് വരുമ്പോഴത്തേക്കും 1 കൈ കൊണ്ട് പിടിച്ചിട്ട് 1 കൈ കൊണ്ട് നമുക്ക് ഇത് ചെയ്യാം, ഗിയർ മാറാം. അപ്പൊ ഇതെല്ലാം ചെയ്യുമ്പോഴും 1 കൈ കൊണ്ട് നമ്മൾ ഇതെവിടെ എപ്പോഴും ഗിയർ മാറണം, ഗിയർ മാറുന്ന അതേ സമയത്ത് ക്ലച്ച് ചവിട്ടണം. ഇതെല്ലാം നമ്മുടെ തലയ്ക്കകത്താവാൻ അല്പം സമയം എടുക്കും. നമ്മൾ ആദ്യം പഠിക്കുന്ന സമയത്ത് ഈ 3 സംഭവം കാണും, ക്ലച്ചും ആക്സിലേറ്ററും ബ്രേക്കും. 2 കാലേ ഉള്ളൂ. നമ്മൾ പഠിക്കുന്ന സമയത്ത് മാറി ക്ലച്ച് മാറി ചവിട്ടും, ബ്രേക്ക് ചവിട്ടുന്നതിന്റെ സ്ഥാനത്ത് ആക്സിലേറ്റർ ചവിട്ടും. നമ്മൾ ഈ 2 കാലം കൊണ്ട് മുഴുവൻ തെറ്റിച്ച് കുളമാക്കിയിട്ടായിരിക്കും ചവിട്ടുന്നത്. ഇനി ബൈക്ക് ഓടിക്കാൻ പഠിക്കുമ്പോഴും ഇത് തന്നെയാണ്. നമ്മൾ ഇടത്തോട്ട് നോക്കിയാൽ വണ്ടി ഇടത്തോട്ട് പോകും, വലത്തോട്ട് നോക്കിയാൽ വണ്ടി വലത്തോട്ട് പോകും. ഈ രീതിയിലാണ് നമ്മൾ പഠിക്കുന്നത്. ഇതുപോലെ നമുക്ക് പഠിക്കാൻ വേണ്ടി മാത്രമാണ് ഈ കൈപ്പോര് എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും കൊറിയോഗ്രാഫി ചെയ്ത് പഠിക്കുന്നത്.